ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിതാ ആക്രാന്ത പിടിച്ച് തുറന്നുകൊണ്ടിരിക്കുന്നത് നമുക്കങ്ങ് ഗൾഫിൽ നിന്ന് വന്നൊരു കൊറിയറാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഒരു കോൾ വന്നതാണ്, കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചത് വല്ല ബ്രാൻഡും കൊളാബറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് അയച്ചതായിരിക്കും എന്നാണ്. അപ്പം ഞാൻ അവർക്ക് വീടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ ഈ ഒരു ഏരിയയിലേക്ക് ആദ്യമായിട്ടാണല്ലോ, അതുകൊണ്ട് വീട് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഹൈവേയിലേക്ക് വരാം, അങ്ങോട്ട് എത്തിച്ചാൽ മതിയെന്ന്. അപ്പം ഞാൻ ഹൈവേയിലേക്ക് ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് കുഞ്ഞു പ്രോഡക്റ്റുകളൊക്കെ ആണല്ലോ, അപ്പം കുഞ്ഞ് കൊറിയർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അത് ഈ ഒരു വലിയ കൊറിയറാണ്. അപ്പോൾ പിന്നെ ഞാൻ അവരോട് തന്നെ വീട്ടിലേക്ക് എത്തിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവരിത് വീട്ടിലിറക്കി തന്ന്. അപ്പോൾ അവരാണ് കേട്ടോ പറഞ്ഞത് ഗൾഫിൽ നിന്നുള്ള കൊറിയർ ആണെന്നുള്ളത്. അപ്പോൾ തന്നെ ഞാൻ അഖിലേനെ വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും അയച്ചിട്ടുണ്ടോയെന്ന്. അപ്പോഴാണ് മൂപ്പർ പറയുന്നത് മോന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അയച്ചിട്ടുണ്ടെന്ന്, അതായത് മോൻ്റെ പിറന്നാളാവാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടും അല്ലാണ്ട് അവന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് എന്നുള്ളത് സർപ്രൈസ് ആയിട്ട് അയച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അയച്ചതെന്നുള്ളത് എനിക്കും അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ആക്രാന്തം പിടിച്ച് തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ, അപ്പം നമുക്കൊരു അൺബോക്സിങ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇതാ ഞാൻ കഷ്ടപ്പെട്ട് കൊറിയറൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത്. അല്ല അതല്ല വേണ്ടത്, ഇതാ ഞാൻ ഏതാ എടുക്കുന്നത്. ക്യാമറ പിടിക്കല്ലേ, പിന്നെ ഞാൻ ഇവിടെ വെച്ചോടാ. ഇതെന്താ നോക്ക്, നമുക്ക് പൊട്ടിച്ചു തരാം. ഓ അയ്യോ, അപ്പോ ചേട്ടൻ്റെ അങ്ങനത്തെ സാരോ ഇടണല്ലേ. എന്താ തെരണ്ടിക്കുട്ടിയോ? ഇത് കാറ് നോക്ക്, ഇതാ നോക്ക്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇത് ഫുള്ള് ലൈറ്റൊക്കെ കത്തുന്ന ഒരു അടിപൊളി കാറാണ് കേട്ടോ. അങ്ങനെ ഡാൻസ് ചെയ്യുന്ന ടൈപ്പ് ഒരു കാറാണ്. അപ്പം അതിൻ്റെ ഇത് ബാറ്ററി വാങ്ങിയിട്ടിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഇത് വേണോ, ഇത് വേണോ? ഇതൊക്കെ വാങ്ങിട്ട് കുട്ടിക്ക് അങ്കിയിലിടാനാണ്, കുറുക്കുണ്ടാക്കാനാണ്. ഇത് രണ്ടും കുട്ടിക്ക് കുറുക്കുണ്ടാക്കാനാണ്. ഇത് പിന്നെ വാൾനട്ടും ബദാമും ആണ് കേട്ടോ, അതും മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. വലിയ കാറിതാ.
വലിയ കാറോ, വലിയ കാറുണ്ടോ മോനെ? അമ്മച്ചിന്റെ അടുത്ത് കൊടുക്ക്. അതൊക്കെ ഫിറ്റ് ചെയ്ത് തരാൻ പറയും. ഇതൊക്കെ ഫിറ്റ് ചെയ്ത് തരാൻ പറയും അമ്മച്ചിനോട്. ഇതൊക്കെ ഫിറ്റ് ചെയ്ത് തരാൻ പറയും. കൊണ്ട് കൊത്തേക്ക്. വലിയ കാറൊക്കെ ഉണ്ട്. ഫിറ്റ് ചെയ്യണം. അതൊരു ചെറിയ കാറാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. പാർട്സ് ആണ്. അപ്പോൾ അത് അച്ഛൻ ഫിറ്റ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ മോനും അതിൻ്റെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ മെയിനായിട്ട് അയച്ചത് ഈ ഒരു സംഭവമാണ് കേട്ടോ, സെർലാക്ക്. ഇത് നമ്മളുടെ ഇവിടെ ഇതുപോലെ ടിൻ പാക്കേജിങ്ങിൽ വരുന്നത് കിട്ടൂല. അത് മാത്രമല്ല ഇവിടെ കിട്ടുന്നതും ഗൾഫിൽ കിട്ടുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് നമ്മളുടെ ഇവിടെ ഷുഗർ കൂടുതലാണ്, അയൺ കുറവാണ്. പക്ഷേ ഗൾഫിൽ അയൺ കൂടുതലാണ്, ഷുഗർ കുറവാണ്. അപ്പോൾ അങ്ങനെ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാനതൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയിൽ കണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, നമ്മളുടെ ഇവിടെ തേയിൽ അത്ര ക്വാളിറ്റി ഇല്ല, ഗൾഫിൽ തേയിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ അഖിലേനോട് പറഞ്ഞായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു സംഭവമാണ് കേട്ടോ അയച്ചത്. അപ്പോൾ മോന് മാത്രം അയക്കണ്ട, എനിക്ക് എന്തെങ്കിലും അയക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ. അതോ ഒരു കോഫിയുടേത് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇൻസ്റ്റൻറ്റ് കോഫി. അപ്പോൾ നെസ്കഫേൻ്റെ ഒരു കോഫി അയച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പജാമ സെറ്റ് കേട്ടോ. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ പജാമ സെറ്റൊക്കെ അഖിലേനെ ആദ്യമായിട്ടായിരിക്കും എനിക്ക് സെലക്ട് ചെയ്ത് അയച്ചു തരുന്നത്. സാരിയൊക്കെ സെലക്ട് ചെയ്ത് തരാറുണ്ട്, അല്ലാണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് പോയി എടുത്ത് അയച്ചു തരുന്നത്. അതെനിക്കിഷ്ടമായി കേട്ടോ. നല്ല കളറും ഒക്കെ എനിക്കിഷ്ടമായി, ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനത്തേത് കുഞ്ഞോളേച്ചി എൻ്റെ അമ്മയുടെ അനിയത്തി കൊണ്ടു തരാറുണ്ട്. ഗൾഫിൽ നിന്ന് വരുമ്പോൾ അങ്ങനത്തേത് കൊണ്ടു തരാറുണ്ട്. ഞാനൊരു +2 പഠിക്കുമ്പം നമ്മളുടെ ഇവിടെ ഇങ്ങനത്തെ ഒന്നും കിട്ടൂലല്ലോ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടു തരാറുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ, ഇടാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ ഇത് നമ്മളുടെ പാത്രം കഴുകുന്ന ലിക്വിഡാണ് കേട്ടോ. ഫെയറി അടിപൊളി സാധനമാണ്. കുറച്ച് മതി കേട്ടോ, നമുക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാനുള്ളതുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അതായത് മോന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് അയച്ചത്. അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഓഫറിലൊക്കെ കണ്ടപ്പം വാങ്ങിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത്ര തന്നെയേ ഉള്ളൂ കേട്ടോ. അത് നമ്മളുടെ പെട്ടി കാലിയായിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മോൻ്റെ ഡേറ്റാണ്, ഇപ്പോൾ അടുത്ത ഡേറ്റ് വരുന്നുണ്ട്. അയ്യോ ഡേറ്റ് അല്ല, നാളെ വരുന്നുണ്ട്. അപ്പം നാളിൻ്റെ അന്ന് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ അടുത്തൊക്കെ കൊടുക്കാം, അതിൻ്റെ കൂടെ ചോക്ലേറ്റും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കുറച്ച് ചോക്ലേറ്റും ഉണ്ടായിരുന്നു. അല്ലാണ്ട് കാര്യമായിട്ട് വേറൊരു സംഭവവും ഇല്ല കേട്ടോ. അങ്ങനെ അയക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും അയച്ചതല്ല, മെയിനായിട്ട് മോൻ്റെ ഫുഡ് അയച്ചതാണ്. പിന്നെ ഞാൻ ഈ ഒരു സെർലാക്ക് നമ്മളുടെ ഇവിടുത്തെ സെർലാക്കായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഡിഫറൻസ് ഉണ്ട്, അയണിലാണെങ്കിലും പ്രോട്ടീനിലാണെങ്കിലും ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റിലാണെങ്കിലും സ്മെല്ലിലാണെങ്കിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പറയുമ്പം സെയിം ബ്രാൻഡിൻ്റെ സെയിം പ്രോഡക്റ്റാണ്, പക്ഷെ എന്തൊരു വ്യത്യാസമാണെന്ന് അറിയോ നമ്മളുടെ ഇവിടെ കിട്ടുന്നതും അവിടെ നിന്ന് കൊണ്ടുവരുന്നതും തമ്മിൽ. എവിടെയാ കിട്ടിയത്? കൈ പിടിച്ചാൽ മതിയേ. ഒരു ടിന്ന് ഞാൻ പൊളിച്ചു എടുക്കാം, അത് തീർന്നില്ല. ഇത് സെർലാക്ക് മൂന്ന് ഫ്ലേവേഴ്സാണ് കേട്ടോ. ഞാനിപ്പോൾ പൊട്ടിച്ചിട്ടുള്ളത് ഫ്രൂട്ട് പീസസും അതുപോലെ തന്നെ ബനാനയും ഒക്കെ വരുന്നൊരു ടൈപ്പാണ് കേട്ടോ. നമ്മളുടെ ഇവിടെ ആ ഒരു ഫ്ലേവർ കിട്ടാനില്ല. പിന്നെ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൽ കുഞ്ഞു ബനാന പീസസും ഫ്രൂട്ടിൻ്റെ പീസസും ഒക്കെ ഉണ്ട് കേട്ടോ. പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് കൊടുത്തതാണ് കേട്ടോ ഈ ഒരു വണ്ടി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതുവരെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇത്രയും അച്ഛൻ തന്നെയാണ് കേട്ടോ ഫിറ്റ് ചെയ്തത്. കാരണം കുഞ്ഞു പീസസ് ആയിട്ടായിരുന്നു, കുറേ പീസസ് ആയിട്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ബാക്കിലത്തെ ടയറും കൂടി കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ടയറൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് നമ്മളുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്.
ലോക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്താ സാധനം ഉണ്ടായില്ലേ? അയ്യോ നല്ല ചിരി നടക്ക് ചെരുപ്പഴിച്ചടാ വണ്ടി പോകുമ്പോ ചെരുപ്പൊന്നും ആദ്യം വണ്ടി പഠിക്കുമ്പോ ആദ്യം തന്നെ ചെരുപ്പ് അടിച്ച അങ്ങനെ നടക്ക് സ്റ്റയറിംഗ് വന്ന് ഞാൻ തിരിച്ചു നോക്കും മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനത്തെ അപ്പോൾ ദാ ഈ ഒരു കാറ് മോന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചിരിയും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.